ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ താരമായി പ്രിയങ്ക ഗാന്ധി മാറിയിരിക്കുന്നു. കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാരിൽ മുന്നിൽ പ്രിയങ്കയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഒപ്പം രാജ്യമാകെ അവർ നിറഞ്ഞുനിന്നു. കോൺഗ്രസിന്റെ വരുംകാല മുഖം തന്റേതാണെന്ന് വിളിച്ചറിയിക്കുന്നതായിരുന്നു പ്രിയങ്കയുടെ പ്രകടനം. 2004 രാഷ്ട്രീയ രംഗത്തെത്തിയ പ്രിയങ്ക ഗാന്ധി 20 വർഷം കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിശ്ചിത നേതാവായി മാറിയിരിക്കുന്നു. AICC ജനറൽ സെക്രട്ടറി ആണെങ്കിലും ഇന്ന് കോൺഗ്രസ് നേതൃനിരയിലെ ആദ്യ പേരുകളിൽ ഒന്നാണ് പ്രിയങ്ക ഗാന്ധിയുടേത്. ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യവും വേഷത്തിലെയും പെരുമാറ്റത്തിലെയും ലാളിത്യവുമാണ് അവർക്ക് ജനഹൃദയങ്ങളിൽ വൻ സ്വീകാര്യത ലഭിക്കാൻ കാരണം. കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറാണ് എന്നും പ്രിയങ്ക. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്നുകൊണ്ട് പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ് പ്രിയങ്ക ചെയ്തത്. സഹോദരൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനാൽ താൻ പ്രചരണ രംഗത്ത് നിൽക്കാമെന്ന തീരുമാനമെടുക്കുകയായിരുന്നു എന്ന് പ്രിയങ്ക തന്നെ പറയുന്നു. കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും അഭിമാന മണ്ഡലങ്ങളായ UPയിലെ റായ്ബറേലി, അമേഠി എന്നിവിടങ്ങളിൽ പ്രിയങ്ക ഗാന്ധി ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകയെപ്പോലെ ഭവന സന്ദർശനം നടത്തിക്കൊണ്ടാണ് പ്രചാരണം സംഘടിപ്പിച്ചത്. ഉത്തർപ്രദേശിൽ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രിയങ്ക ഗാന്ധിയായിരുന്നു പ്രചരണ ചുമതല. അന്നത്തെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രചരണ തന്ത്രമാണ് ഇത്തവണ അവർ പയറ്റിയത്. തന്റെ പോരാട്ടം പ്രിയങ്കയോടാണെന്ന് അമേഠിയിലെ BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി പറയുന്നതും ഇക്കാരണത്താൽ തന്നെ. സഹോദരൻ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി പ്രിയങ്കയാണ് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് സ്മൃതി പറഞ്ഞത്. ഇത് ഏറെക്കുറെ ശരിയുമാണ്. തെരഞ്ഞെടുപ്പ് വേദികളിലെ ചെറുപ്രസംഗങ്ങളിലൂടെ ജനങ്ങളുടെ ഹൃദയം തൊടാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുന്നു. പിതാവ് രാജീവ് ഗാന്ധിയെയും മുത്തച്ഛി ഇന്ദിരാഗാന്ധിയെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവത്യാഗത്തെ സ്മരിച്ചുകൊണ്ടുമാണ് അവർ സംസാരിക്കുന്നത്. സാധാരണക്കാരുടെ വേഷത്തിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രിയങ്ക ആ ജനസഞ്ചയത്തെ നന്നായി ആകർഷിക്കുന്നു. അവരെ കാണാനും കേൾക്കാനും വൻ ജനാവലിയാണ് ഓരോ സ്ഥലത്തും എത്തിയത്. പ്രിയങ്ക ഗാന്ധിയിൽ നിന്നും അവിടെ കൂടിയ ജനക്കൂട്ടം ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് കാരണം. കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് രാഹുൽ ഗാന്ധിക്കൊപ്പം ഉയർന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭാവി നീക്കങ്ങൾ എന്തായിരിക്കും? കോൺഗ്രസിന്റെ അധ്യക്ഷ പദത്തിലെത്തുമോ? സോണിയാഗാന്ധിയുടെ കുറവ് നികത്താൻ വയനാട്ടിൽ മത്സരിച്ച് അവർ ലോക്സഭയിലെത്തുമോ? താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മത്സരിക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ അവിടേക്ക് പ്രിയങ്ക എത്തിക്കൂടുന്നില്ല. നേതൃത്വത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ അവർക്ക് സാധിച്ചേക്കും. കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദത്തിലേക്ക് പലരും കണ്ണുവെച്ചിട്ടുള്ള സ്ഥിതിക്ക് പ്രിയങ്കയെ നിയോഗിച്ച് അതിനെ തടയാനും സാധ്യതയുണ്ട്. പാർട്ടിയെ നയിക്കാൻ രാഹുൽ ഗാന്ധി എന്നും പിന്നിലുണ്ടാവുകയും ചെയ്യും. രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രിയങ്കയുമായി ഒരിക്കലും പിണക്കമുണ്ടാകില്ലെന്ന് രാഹുലും വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ശക്തി ഇന്നും നെഹ്റു ഗാന്ധി കുടുംബത്തെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയാണ്. അതിനാൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷയോ ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടിയാൽ പൊതുസമ്മതിയുടെ പേരിൽ പ്രധാനമന്ത്രി പദത്തിലേക്കോ പരിഗണിക്കുമെന്നതിൽ തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പിലൂടെ അതിനുള്ള കരുത്ത് അവർ തെളിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം.